നമസ്കാരം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാമ്പത്തിക നയങ്ങൾക്ക് കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഏർപ്പെടുത്തിയ ആഗോള ഇറക്കുമതി തീരുവകൾ US സുപ്രീം കോടതി വെള്ളിയാഴ്ച റദ്ദാക്കി. വ്യാപകമായ രീതിയിൽ തീരുവകൾ ചുമത്തിയതിലൂടെ ട്രംപ് തന്റെ അധികാരപരിധി ലംഘിച്ചുവെന്ന് കോടതി വിധിച്ചു. ദേശീയ അടിയന്തരാവസ്ഥ ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കേണ്ട നിയമം ദുരുപയോഗം ചെയ്താണ് ട്രംപ് തീരുവകൾ നടപ്പിലാക്കിയതെന്ന് കോടതി നിരീക്ഷിച്ചു. രണ്ടാം തവണ അധികാരമേറ്റ ശേഷം ട്രംപ് ശക്തമാക്കിയ ആഗോള വ്യാപാര യുദ്ധത്തിന് ഈ വിധി കനത്ത തിരിച്ചടിയാണ്. 1977 ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക് പവേഴ്സ് ആക്ട് പ്രകാരം ഇത്തരം നികുതികൾ ചുമത്താൻ അനുമതിയില്ലെന്ന് 3 ഭൂരിപക്ഷത്തോടെ കോടതി വിധിച്ചു. നികുതികളും തീരുവകളും ചുമത്താനുള്ള അധികാരം അമേരിക്കൻ ഭരണഘടന നൽകുന്നത് കോൺഗ്രസിനാണ്, പ്രസിഡന്റിനല്ല. എന്നാൽ ട്രംപ് ഈ അധികാരം സ്വന്തം നിലയ്ക്ക് പ്രയോഗിക്കുകയായിരുന്നു. താരിഫുകൾ ചുമത്തുന്നതിന് കോൺഗ്രസിന്റെ വ്യക്തമായ അംഗീകാരം ആവശ്യമാണെന്നും അത്തരമൊരു അധികാരം പ്രസിഡന്റിന് നൽകാൻ കോൺഗ്രസ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അത് നിയമത്തിൽ വ്യക്തമാക്കുമായിരുന്നുവെന്നും ചീഫ് ജസ്റ്റിസ് റോബർട്ട്സ് വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടി. താരിഫുകൾ ചുമത്താനുള്ള സവിശേഷവും അസാധാരണമായ അധികാരം പ്രസിഡന്റിന് നൽകാൻ കോൺഗ്രസ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ മറ്റ് താരിഫ് നിയമങ്ങളിൽ എന്ന പോലെ അത് വ്യക്തമായി തന്നെ രേഖപ്പെടുത്തുമായിരുന്നു. താരിഫ് ചുമത്താനുള്ള തന്റെ അസാധാരണമായ അധികാര പ്രയോഗത്തെ ന്യായീകരിക്കാൻ പ്രസിഡന്റ് കോൺഗ്രസിന്റെ വ്യക്തമായ അനുമതി പത്രം കാണിക്കണമെന്നും എന്നാൽ അദ്ദേഹത്തിന് അതിന് കഴിയില്ലെന്നും റോബർട്ട്സ് വ്യക്തമാക്കി. US ഭരണഘടന പ്രസിഡന്റിനല്ല കോൺഗ്രസിനാണ് നികുതികളും താരിഫുകളും പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്നതെന്നും ട്രംപ് താരിഫുകളെ ഒരു പ്രധാന സാമ്പത്തിക വിദേശ നയ ഉപകരണമായി ഉപയോഗപ്പെടുത്തിയെന്നും കോടതി നിരീക്ഷിച്ചു. അമേരിക്കയുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് തീരുവകൾ പ്രധാനമാണെന്ന് ട്രംപ് വിശേഷിപ്പിച്ചിരുന്നു. അവയില്ലാതെ രാജ്യം തകരുമെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് തീരുവകൾ അത്യന്താപേക്ഷിതമാണെന്നായിരുന്നു ട്രംപിന്റെ നിലപാട്. അടിയന്തരാവസ്ഥ ഘട്ടത്തിൽ വാണിജ്യം നിയന്ത്രിക്കാൻ പ്രസിഡന്റ് അധികാരം നൽകുന്നുണ്ടെങ്കിലും തീരുവകൾ ചുമത്തുന്നതിനെക്കുറിച്ച് 1977 നിയമത്തിൽ പരാമർശിക്കുന്നില്ല. നികുതിയും തീരുവയും ചുമത്താനുള്ള അധികാരം ഭരണഘടനാപരമായി US കോൺഗ്രസിനാണെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. ട്രംപിന്റെ രണ്ടാം ഊഴത്തിലെ സാമ്പത്തിക അജണ്ടയുടെ നട്ടെല്ലായിരുന്നു ഈ ഇറക്കുമതി തീരുവകൾ. വ്യാപാര കമ്മി കുറയ്ക്കാനും വ്യാപാര പങ്കാളികളെ സമ്മർദ്ദത്തിലാക്കാനും ഫെഡറൽ വരുമാനം വർദ്ധിപ്പിക്കാനുമാണ് ട്രംപ് ഈ തന്ത്രം ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഈ നടപടികൾ ഓഹരി വിപണിയിൽ അസ്ഥിരതയുണ്ടാക്കുകയും നയതന്ത്ര ബന്ധങ്ങൾ വഷളാക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം അധികാരമേറ്റയുടൻ അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് ഒഴുകുന്നുവെന്ന് ആരോപിച്ച് മെക്സിക്കോ, കാനഡ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് മേലും അദ്ദേഹം താരിഫ് ചുമത്തിയിരുന്നു. ചെറുകിട വ്യവസായികളും ഡെമോക്രാറ്റിക് ഭരണത്തിന് കീഴിലുള്ള 12 സംസ്ഥാനങ്ങളുമാണ് നിയമ പോരാട്ടം നടത്തിയത്. IEPA നിയമം ഉപയോഗിച്ച് മിക്കവാറും എല്ലാ പ്രധാന വ്യാപാര പങ്കാളികൾക്ക് മേൽ നികുതി ചുമത്തിയ ആദ്യ പ്രസിഡന്റാണ് ട്രംപ്. ഈ അധികാരം അനിയന്ത്രിതമല്ലെന്ന് പ്രഖ്യാപിച്ചതിലൂടെ പ്രസിഡന്റിന്റെ സാമ്പത്തിക നയങ്ങൾക്ക് മേൽ സുപ്രീം കോടതി കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ട്രംപ് 2025 നടപ്പിലാക്കിയ താരിഫ് നയം രാജ്യത്ത് പണപ്പെരുപ്പം വർദ്ധിപ്പിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ചൈന ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് മേൽ ചുമത്തിയ അധിക തീരുവ US വിപണിയിൽ വിലക്കയറ്റത്തിന് കാരണമായി. 2025 പണപ്പെരുപ്പത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായെങ്കിലും 2026 തുടക്കത്തിൽ ഈ നിരക്ക് 2.4% എത്തിയത് ആശ്വാസകരമാണെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളുടെ വിലയിലാണ് ഈ മാറ്റം പ്രകടമായത്. ന്യൂയോർക്ക് ഫെഡറൽ റിസർവ് നടത്തിയ പഠനങ്ങൾ പ്രകാരം അധിക ചെലവിന്റെ 90% വഹിക്കേണ്ടി വന്നത് US സാധാരണ ജനങ്ങളും ബിസിനസ്സുകാരുമാണ്. വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, വാഹനങ്ങളുടെ ഭാഗങ്ങൾ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങളുടെ വില 2025 കുത്തനെ ഉയർന്നിരുന്നു.